സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്ന ഓർണമെന്റൽ പ്ലാന്റിന്റെ പേര് ഗാർഡൻ ഫ്ലാക്സ് എന്നാണ്. അപ്പോൾ ഇതൊരു പെരിനിയലാണ്. അപ്പോൾ ഇതിന് 6+ hours ഓഫ് സൺലൈറ്റ് വേണം, എന്നാലാണ് പൂ ഇഷ്ടം പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് പല കളറിലുണ്ട്. ഇപ്പോൾ വൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള പോലെ, വൈറ്റ്, പിന്നെ ബ്ലൂ, റെഡ്, അങ്ങനെ പല ഷെയ്ഡിലുണ്ട്. വേറെ ഷെയ്ഡൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഈ ഫ്ലവർ എഡിബിളാണ്. അത് ചെറിയൊരു മധുരവും പിന്നെ മൈൽഡ് പെപ്പറി ഫ്ലേവർ ഉണ്ടെന്നാണ് പറയണത്. പിന്നെ ബേക്കറിക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അവർ ഡെക്കറേറ്റ് ചെയ്യാനും കേക്ക്സിലും പേസ്ട്രീസിലും സമ്മർ സാലഡ്സിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നേറ്റീവ് അമേരിക്കൻസ് ഇത് ഡൈജസ്റ്റീവ് എയ്ഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ചില സ്കിൻ കണ്ടീഷൻസ്, എക്സിമ, റാഷസ്, ലോക്കലൈസ്ഡ് ബോയിൽസ്, അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഒന്നാന്തരം പോളിനേറ്ററാണ്. പിന്നെ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് റീജിയൻസിലൊക്കെ നന്നായിട്ട് വളരും. അപ്പോൾ ഇന്ത്യയിൽ ഹിൽ സ്റ്റേഷനിലൊക്കെ നന്നായിട്ട് വളരും ഇത്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പം കാണുന്നത് നിങ്ങൾ ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ വൈറ്റ് ഷെയ്ഡിൽ ഇപ്പോൾ ഇത് മൊണാർക്ക് ബട്ടർഫ്ലൈൻ്റെ അകത്ത് വന്ന് ഇരിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അവിടെയൊക്കെ വളരും. സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വിൻ്ററിൽ സ്നോ ഉണ്ടാവില്ല, 0 to 18 degree സെൻറ്റിഗ്രേഡാണ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ ക്ലൈമറ്റിലൊക്കെ വളർത്താമെന്നുള്ളൂ. അപ്പം കേരളത്തിൽ മൂന്നാർ, വാഗമൺ, വയനാട്, അവിടെയൊക്കെ നന്നായിട്ട് വളരും. ഇതൊക്കെയാണ് ഈ ഗാർഡൻ ഫ്ലാക്സിൻ്റെ വിശേഷങ്ങൾ. ഞാൻ കുറച്ച് നേരം കാണിക്കാം.